പെട്ടെന്ന് എത്തിയോ? അല്ല, അച്ഛനെ കൂടുതൽ കൊണ്ട് അമ്മ അവിടെ താമസിക്കുമെന്ന് കരുതി ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഭഗവാന് സുഖം തന്നെയല്ലേ അമ്മേ? ഒരസുഖവും ഓരോ ദിവസം ചെല്ലുമ്പോഴും അദ്ദേഹത്തിന്റെ ചൈതന്യം കൂടി വരിക. നിന്നെ പോലുള്ള നിഷേധികൾ അവിടെ വരാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കുറവും സംഭവിക്കാൻ പോകുന്നു. മോനെ, നീ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മായാവിലാസം നേരിൽ തന്നെ കാണാമായിരുന്നു. ആരുടെ? ഭഗവാന്റെ. അല്ലാതെ ആരുടെയാണ്? മായാവിലാസം എന്ന് പറഞ്ഞാൽ അപ്പോ ഭഗവാന് മാജിക്കും അറിയാമോ അമ്മേ? നിന്റെ ഈ ദൈവനിഷേധം നീ എവിടെ? അമ്മേ, എനിക്കൊരു സംശയം. അമ്മയ്ക്ക് അസുഖം വന്നപ്പോ അമ്മ പല ക്ഷേത്രങ്ങളിലും വഴിപാട് നേർന്നു. അതുകൊണ്ടാണ് അമ്മയുടെ അസുഖം മാറിയെന്നല്ലേ അമ്മ വിശ്വസിച്ചിരിക്കുന്നത്. സത്യത്തിൽ പ്രൊഫസർ ശിവരാമന്റെ ചികിത്സ കൊണ്ടല്ലേ അമ്മേ അമ്മയുടെ അസുഖം മാറിയത്? അമ്മേ, ഞാൻ ചുമ തമാശയ്ക്ക് പറഞ്ഞല്ലേ അമ്മേ. ആട്ടെ, എന്താണ് അമ്മ അവിടെ കണ്ട മായാവിലാസം? പഴക്കൊല വെച്ച് തുലാഭാരം നടത്താൻ നോക്കിയപ്പോ കട്ട് താഴുന്നില്ല. 2 ചാക്ക് തവിട് വെച്ചപ്പോ കട്ടങ്ങ് താങ്ങി. അവര് നേർന്നത് തവിടായിരുന്നേ. പിന്നെ പഴക്കൊല വെച്ച ഗുരുവായൂരപ്പൻ സമ്മതിക്കും. നീ ചിരിക്കൊന്നും വേണ്ട, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അമ്മയെ കള്ളത്തുലാത്തുകാരുടെയും കള്ളപ്പടിക്കാരുടെയും കാലഘട്ടമാണ്. ഭക്തി അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. എല്ലാം പോട്ടെ, ഇനി ഓഫീസിൽ പോകാതെ വീട് കാവലിക്കാൻ ഞാൻ. അമ്മയുടെ ഈ സീസണിലെ വഴിപാടൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഒന്നുകൂടി ബാക്കിയുണ്ട്. ചതിച്ചോ? ഇനി എങ്ങോട്ടാ പുറപ്പാട്? എനിക്ക് എവിടേക്കും പോകാനില്ല. പോകേണ്ടത് നീയാ. ഞാനോ? നിനക്ക് അസുഖം വന്നപ്പോ അമ്മ നേർന്നതാ. ആ കടം മാത്രം ബാക്കി. എന്നാൽ ആ കടം ബാക്കി വന്നത് അങ്ങനെ പറയില്ല മോനെ. അമ്മയുടെ മനസ്സമാധാനത്തിന് വേണ്ടി അമ്മേ, ഞാനും അമ്പലവും തമ്മിൽ അബ്ദുള്ളയും അമാവാസിയും പോലെ. മോനെ, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യില്ലേ? അമ്മ എന്തിനാ കരയുന്നത്? കരയാതെ പിന്നെ എന്ത് ചെയ്യും? ആലോചിക്കുമ്പോ എന്റെ മനസ്സ് ചെയ്യാം. ഞാൻ വഴിപാടിന് പോകണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണോ? അതെ. ശരി, പോകാൻ സമ്മതിച്ചു. സത്യം? അമ്മേ, അമ്മയാണ് എനിക്ക് പറഞ്ഞത്. അമ്മ പറഞ്ഞാൽ ഞാൻ ചെയ്യരുത്. എന്നാ നമുക്ക് നാളെ തന്നെ പോവാം. അമ്മ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കായാ നീ അങ്ങോട്ട് പോയില്ലെങ്കിലോ? അമ്മ എന്നെ വിശ്വസിക്കൂ. വാക്ക് പറഞ്ഞാൽ ഞാൻ മാറും. സരസ്വതി, കുളിക്കാൻ വെള്ളം വെക്കേ. ഇവിടെ ചൂടുവെള്ളം മതി. അമ്മ ഇവിടെ ഇല്ലായിരുന്നപ്പോ ഒരു നേരത്തെ നല്ല ആഹാരം പോലും ഞാൻ കഴിച്ചു. അമ്മയുടെ ഒരു പുതിയ വേലക്കായി നമ്മളെ ഒട്ടിക്കത്ത കുക്കി. ടൈപ്പ് ചെയ്യുമ്പോ ഈ വരലുണ്ട് കീബോർഡ് അങ്ങനെ ചിത്രത്തിലകം പോലെ പാറി കളിക്കുക. തോട്ടം ഈയിടെയായി അല്പം കൂടുന്നുണ്ട്. വാഴുകൊണ്ട് അതിയായ കണ്ണു നോക്കി ആ പാദരത്തോണ്ട് ഒരു പ്രയോഗം അങ്ങോട്ട് പ്രയോഗിച്ചാ അവന്റെ അസ്ഥിരയൊക്കെ അങ്ങോട്ട് മാറിക്കോളും. താൻ പോയി ജോലിയുണ്ടെന്ന് നോക്കണോ? MD അന്വേഷിച്ചിരുന്നു. മോഹിച്ചിരിക്കുക. എന്തിനാണാവോ? നേറ്റാവിനാണെന്ന് തോന്നുന്നു. ഓ, തന്നോട് പറയുണ്ടായോ? അല്ല, പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ? പോണ്ട. നമ്പൂരി എന്താ ഈയിടെയായി ഓഫീസിൽ ലേറ്റ് ആയിട്ട് വരുന്നത്? ക്ഷമിക്കണം സാർ, ഇതിന്റെ ഗാർഹിക പ്രശ്നങ്ങളാണ്. പഴയതുപോലെ ഭാര്യയുമായി വഴക്കുണ്ടാക്കാറുണ്ടോ? ശിവ, ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷെ അവരുടെ ഭാഗത്തൊന്നും ചില വഴക്കുകൾ. കൊള്ളാം. പിന്നെ നമ്പൂരി, ഞാൻ 2 ദിവസം ഇവിടെ കാണില്ല. ഒരു യാത്ര പോവുകയാണ്. അത്യാവശ്യമായ ഫയൽ ഒപ്പിടാനുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരും. കൊണ്ടുപോ. എങ്ങോട്ടാണോ യാത്ര? ദൂരെ ഒരു ക്ഷേത്രമുണ്ടല്ലോ, പേരും മറന്നുപോയി. അതിലൊന്ന് പോണം. സാറോ? ക്ഷേത്രത്തിലോ? അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് നമ്പൂരി, പോകാതെ പറ്റൂല. എന്താ? എന്റെ കാറ് സ്റ്റാർട്ടാവുന്നില്ല. എത്ര നോക്കിയിട്ടും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാർ ഓടിക്കാൻ അറിയാമെന്നല്ലാതെ എനിക്ക് റിപ്പയർ എന്ന് പറഞ്ഞുകൂടാ. നോക്കട്ടെ.
ഇത് വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോകണം. അയ്യോ, ഇനി ഞാനിങ്ങനെ പോകും. കൂടെ വേറെ ആരുമില്ലേ? ഇല്ല. എങ്ങോട്ടാ യാത്ര? അമ്പലത്തിലേക്ക് 7 അഷ്ടമിരോഹിണി കുളിച്ചു തൊഴാമെന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. 6 എണ്ണം കഴിഞ്ഞു. 7ാമത്തെ അഷ്ടമി രോഹിണിക്ക് നിങ്ങൾ കോവിലിൽ ചെല്ലുന്നത് ഭഗവാൻ ഇഷ്ടപ്പെട്ട് കാണുകയില്ല. അതുകൊണ്ട് അങ്ങനെ കാറ് കേടാക്കിയത്. എന്താ പേര്? ശാന്തി. എന്റെ പേര് ഹരി. അറിയാം. എങ്ങനെ? ശ്രീവിലാസത്തിലെ ഹരിമുതലാളിയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ വർഷം വിമൻസ് കോളേജിൽ പ്രസംഗിക്കാൻ വന്നത് ഓർമ്മയുണ്ടോ? എല്ലാ ദൈവങ്ങളെയും തെറി പറഞ്ഞ് പ്രസംഗിച്ചത്. അന്ന് ഞാനവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അതെ, സാറിങ്ങോട്ടാണ്. ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. ദൈവനിഷേധികൾ അമ്പലത്തിൽ പോകുമോ? ഇതെനിക്ക് വേണ്ടിയല്ല, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയോട് പറഞ്ഞ വാക്ക് ഞാൻ തിരിക്കുകയാണ്. ഏതായാലും യാത്ര മുടക്കണ്ട, എന്റെ കാറിൽ പോകാം. ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? 5 ആളുകൾക്കിരുന്ന് യാത്ര ചെയ്യാവുന്ന കാറാണ് എന്റേത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വരുന്ന വഴി വല്ല മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വരാം. കാർ വാക്കി വയ്ക്കും. ഓടാത്ത കാർ ആരെടുക്കൊണ്ട് പോകാനാ? എന്റെ കാലത്ത് ചേർന്നു. കാറ് കണ്ടില്ലെന്നും പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് ഫലം. നമുക്ക് പോലീസിൽ അറിയിക്കാം. കയറും. കുട്ടിയോടെ സമയം കഴിഞ്ഞില്ലേ? ഞാൻ വായിക്കരുത്. ഞാൻ വൈകിയുള്ള പരിഭവമാവും. ജോലി കൂടുതലല്ലേ കുട്ടി? ഒഴിവ് ദിവസമായിട്ടും നോക്കി പോണേ. ഇവിടെ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ എത്തിയോ? നിങ്ങൾ എന്തെന്ന് പറയൂ. ഓ, അവളുമായിട്ട് പ്രേമത്തിലാണ് നടത്താൻ നിന്ന് കാണും. അതല്ലേ താമസിച്ചത്? ആ പാപം അല്ലേ കുട്ടി? ഞാൻ പറയുന്ന വാവാണോ? നിങ്ങൾ ചെയ്യുന്നതല്ലേ? ഞാൻ എന്ത് ചെയ്തു പറഞ്ഞേ? ഹായ്, അത് ഞാൻ പറഞ്ഞതല്ലേ? കുറച്ച് കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ചില ചെറുപ്പക്കാരികളെ കാണുമ്പോഴുള്ള ഭാവവും ഇപ്പം നോട്ടവും ഒക്കെ. എന്ത് ചെയ്യാ? ഞാൻ പഴയതായി പോയില്ലേ? ഒക്കെ നിന്റെ തോന്നലാ കുട്ടി. അല്ല അല്ല, എന്റെ തോന്നലല്ല. ഞാൻ എത്ര പ്രാവശ്യമായിട്ട് പറയും, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് ഉപയോഗിച്ചോളാൻ. വേറെ നിങ്ങൾക്ക് ആരെയായിട്ട് വന്നിട്ട് അങ്ങോട്ട് ബന്ധം വെച്ചോളൂ. എന്താ കുട്ടി പറഞ്ഞേ? നേരമുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും നോക്കുന്ന പോലും ഞാൻ സഹിക്കില്ല. അത്രയ്ക്കും നിങ്ങൾ എന്റെ സ്വന്തമാകണം. അയ്യോ, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമ്മളെ അല്ല ഓഫീസിൽ എഴുതി എന്നോട് പറഞ്ഞു, ഒന്ന് അടിച്ചു തന്നിട്ട് പോകൂന്ന് പറഞ്ഞു. നന്നെ ക്ഷീണിച്ചിരിക്കണു. അപ്പോ ഒരു പെൺകുട്ടി മൂത്ത് നോക്കിട്ട് പറഞ്ഞാൽ എങ്ങനെയാ അതില്ലാന്ന് പറയുക. ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരുന്നു.
എന്തുമാത്രം അറിയോ? ഒക്കെ അടിച്ചു തീർത്തിട്ട് വന്നപ്പോ നേരം വൈകി. അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ നിലത്ത് നിർത്തിട്ട് വേണ്ടേ? ഓഫീസിൽ മാത്രം അടിച്ചു കൊടുത്താൽ പോരാ, വീട്ടിൽ വാ. എന്താ എന്താ ചിരിക്കുന്നത്? എന്താ എന്താ പറ്റി? ഓഹോ, മനുഷ്യ, ഇത് മൂട്ടെ കൊല്ലാനുള്ള മരുന്നാ. ഇത് ഈ കട്ടിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. കട്ടിൽ നിറയെ മൂട്ടയാ. വിഷല്ലേ? ജീവികളെ കൊല്ലണത് പാവമാണ് കേട്ടോ. എന്റെ കൈകൊണ്ട് തന്നെ വേണം. വേണം. നീ എന്താ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയും ശകാരിക്കുകയോ ഒക്കെ ചെയ്യണം നിനക്കറിയോ? എന്താ? നിനക്ക് ശകാരിക്കാനും ദേഷ്യപ്പെടാനും ഇവിടെ കുട്ടികളില്ല എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് എന്താ ഫലം? ഗുരുവായൂരപ്പൻ നമ്മളോട് കരുണ കാണിക്കുന്നത്. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. ഇതാണ് നിന്റെ പാട്ടുകാരി ചേച്ചിയുടെ പേരെന്താണ്? ചേട്ടൻ പാട്ട് മുഴുവൻ കേട്ടോ? കുറച്ച് കേട്ടു. ഇതിലും നല്ല പാട്ട് പാടാൻ ചേച്ചിക്കറിയാം. ഒന്നും മിണ്ടായിരിക്കും. ശോഭ പറഞ്ഞത് സത്യമാണ്. പാട്ട് കേട്ടുകൊണ്ട് നിന്നപ്പോ ഞാൻ വേറൊരു ചിത്രമോർത്തു. വെള്ളവസ്ത്രങ്ങളും ഭസ്മക്കുറിയും കയ്യിലൊരു തമ്പുരവും കൂടി ഉണ്ടെങ്കിൽ തികച്ചും ഒരു ഭക്തമീര. എല്ലാം തികഞ്ഞ സന്യാസി. അമ്മ പറയും ജീവിതത്തിൽ സന്യസിക്കാൻ പോവാണെന്ന്. ഇത്ര ചെറുപ്പത്തിൽ എന്തിനാ ജീവിതത്തിൽ ഓടിച്ചോടുന്നത്? ഞാൻ പോകുന്നു. ശോഭേ, മുൻപ് ഞാനിവിടെ വന്നപ്പോ നിന്റെ പാട്ടുകാരി ചേച്ചി കണ്ടിട്ടില്ലല്ലോ. ചേച്ചി ഇവിടെ വന്ന് ഒരു മാസമേ ആയുള്ളൂ. ഉള്ളിൽ മാറ്റമായി വന്നതാ. ടീച്ചറാ, എന്റെ വലിയ ഫ്രണ്ടാ. ഓ, അത് ശരി. ആ കാണുന്നതാ ചേച്ചിയുടെ വീട്. എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കും പോകാം. ഇരിക്കും. അമ്മാവന്ന് ക്ലിനിക്കിൽ പോയില്ലേ? അവിടെ ഇപ്പം കൂടെ വന്നതേ ഉള്ളൂ. ഇന്ന് 10-ലേറെ തിരക്കായിരുന്നു. ഇപ്പോഴാ ഒന്ന് കൈ ഒഴിഞ്ഞത്. കുടിക്കാൻ ചായ കാപ്പി കേട്ടല്ലോ. എനിക്കൊന്നും വേണ്ട. ഇതൊരു തീർത്ഥാടനമൊക്കെ കഴിച്ചെന്ന് കേട്ടല്ലോ. അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. വയ്യാന്ന് പറഞ്ഞാൽ അമ്മ കരയും. അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്കത് ഒരു പ്രശ്നത്തിൽ കൂടിയായിരുന്നു. അല്ലാതെ നിനക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല അല്ലേ? ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ തർക്കിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാറില്ല. ക്രമേണ നീയും വിശ്വസിച്ചോളൂ. അമ്മാവനും ഡോക്ടറായിട്ട് കൂടി ഇങ്ങനെയൊക്കെ പറയുന്നതാണ് സങ്കടം. എനിക്ക് നിന്നേക്കാൾ കൂടുതൽ അനുഭവമുണ്ട്. ശരീരശാസ്ത്രം പഠിച്ച ഒരാൾക്ക് വിശ്വാസിയാകാതിരിക്കാൻ സാധ്യമല്ല. എന്റെ ചികിത്സകൾക്കും അതീതമായി എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. എക്സ്പീരിയൻസ് ഇസ് ദ കോസ്റ്റ്ലിയസ്റ്റ് ഗുഡ് യു ടേക്ക് ഇറ്റ് ഫ്രം മീ. ഈ അരിച്ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാണ്. എല്ലാവരോടും തർക്കിക്കും. നമ്മുടെ ജീവിതത്തോട് എന്തോ പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ കുട്ടി സന്യസിക്കാൻ പോവുകയാണ്. ഇത്രയും ചെറുപ്പത്തിൽ അത് വേണമെന്ന് ഞാൻ ചോദിക്കും. ഹരി, അവിടെ അങ്ങനെയാകാതെ വേറെ എന്ത് ചെയ്യും? വീട്ടിൽ അവിടെ ക്രൂരമായി ചുറ്റും. അവൾ വിധവയാണ്. അവളുടെ ഭർത്താവ് മരിച്ച് 1 വർഷം കഴിയുന്നതേ ഉള്ളൂ. ഞാനാവുന്നില്ലേ നേരം വെളുത്തിട്ടും കിടന്നുറങ്ങാൻ? എഴുന്നേക്ക് ചേട്ടാ. ഉപദ്രവിക്കാൻ പോകട്ടെ. മനസ്സില്ല. എഴുന്നേക്ക് ചേട്ടാ. ശല്യപ്പെടുത്താതെ പെണ്ണേ. പിന്നെ കുറെ അടിക്കും.
നീ പോകാനാ പറഞ്ഞത്? അമ്മേ കാപ്പി. സരസ്വതി എന്തോ കാപ്പി എടുത്തോണ്ട് വാ. ഹലോ, എന്താണെന്ന് അവർക്ക് ഇത്ര ഗൗരവം? എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ മോളെ? ഞാൻ ഹെഡ്സെറ്റൊന്നും മിണ്ടില്ല. എന്താണാവോ കാരണം? വിളിച്ചു എന്നെ എന്തിനാ അടിച്ചെന്ന് പറഞ്ഞാൽ? അടിക്കുമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, അടിച്ചില്ലല്ലോ. എന്നാൽ എന്തിനാ അവനെ പറഞ്ഞത്? തൽക്കാലം എന്നോട് ക്ഷമിക്കണം, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്ത് ഫൈൻ വേണമെങ്കിലും തരാം. കവള് കാണിക്കൂ. ഓ, ഹരിയുടെ കല്യാണത്തിന് വേണ്ടി നീ കിടന്ന് ഇങ്ങനെ തിരക്ക് പിടിക്കുന്ന എന്തിനാ? ഹരിക്ക് കൂടെ തോന്നണ്ടേ ഈ തിരക്ക്? ഒറ്റയ്ക്ക് വീട്ടിൽ താമസിച്ച് മടുത്തു ചേട്ടാ. എന്ന് വെച്ച് ഏതെങ്കിലും പെണ്ണിനെ കെട്ടിവലിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കൂ. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ഏതായാലും വേണ്ടില്ല, കൊണ്ടുവന്നാ മതി. ഇനി അവന് വേണ്ടി പെണ്ണ് കാണാൻ ഞാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു 16 പെൺകുട്ടികളെങ്കിലും അവന് വേണ്ടി ഞാൻ കണ്ടു. ഒരെണ്ണവും അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി അവൻ ഇഷ്ടപ്പെട്ടത് കണ്ട് വന്ന് എന്റെ അടുത്ത് പറയട്ടെ, അപ്പൊ ഞാൻ പോയി കാണും. നീ ഇതുവരെ പുറപ്പെട്ടില്ലേ പെണ്ണെ? ഹരിച്ചേട്ടൻ വന്നില്ല. ആ, ഹരിച്ചേട്ടൻ വരാൻ താമസിച്ചു. നീ പോയി കുപ്പായം മാറിയിട്ട് വാ, നിനക്ക് നാളെ സ്കൂളുള്ളതാ. എന്താ ചേട്ടാ ഈ തുണി അങ്ങോട്ട് വിട്ടു മാറുന്നില്ലല്ലോ? ആ, ഈ മഴച്ചാറ്റിലൊക്കെ നടന്നിട്ടായിരിക്കും, മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്. MST 2435 ഫിയറ്റ് കാറിന്റെ ഉടമസ്ഥൻ ആരാണ്? ഞാനാ. ഞാനാ 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 നല്ലവൻ. ഇതിന്റെ കീ ഒന്ന് തരാമോ? എന്തിനാ? ഒരു ട്രയൽ നോക്കാനാണ്. അത്യാവശ്യമാണ്. അതെ. എന്നാ പിടിച്ചോ.
അവൻ വന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിലോട്ട് ഫോൺ ചെയ്തപ്പോ ഇവിടെ യാത്ര പോയിരിക്കുന്നു. അവൻ അമ്പലത്തിൽ പോയതായിരുന്നു. ഹരിയോ? ആ, അവനിഷ്ടമുണ്ടായിട്ട് പോയില്ലെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ നേർന്നൊരു വഴിപാടുണ്ടായിരുന്നു. നിർബന്ധിച്ചപ്പോ പോകാമെന്ന് സമ്മതിച്ചു. ഏതായാലും അത് നന്നായി. അവന്റെ ഈ നിഷേധിത്തരം കാണുമ്പോ മനസ്സിന് ഒരു സമാധാനവും ഇല്ല ആന്റണി. എത്ര പറഞ്ഞിട്ടും അവന് സ്വഭാവമൊട്ട് മാറ്റുന്നുമില്ല. അതുകൊണ്ടൊന്നും അമ്മ വിഷമിക്കണ്ട. ഹരിക്ക് ഒരാപത്തും വരും. ആപത്തൊന്നും വരില്ലെന്ന് നീ അവന്റെ ജാതകം നോക്കി പറഞ്ഞപ്പോ മുതലാ എനിക്കൊരു സമാധാനം കിട്ടിയത്. നീ അന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അവന്റെ കല്യാണക്കാരി ഒന്നും ശരിയായില്ലല്ലോ. എത്ര ആലോചനകളാ വരുന്നത്. ഒന്നും ജാതകം ശരിയാവില്ല, അല്ലെങ്കിൽ അവന് പെണ്ണിനെ പിടിക്കില്ല. അവന്റെ പ്രായമായവർക്കൊക്കെ 3-4 കുട്ടികളായി. ഒന്നും വിഷമിക്കാതിരിക്കും. ഹരിയുടെ വിവാഹം ഉടനെ നടക്കാനാണ് സാധ്യത. പറ്റിയ ഒരു പെൺകുട്ടിയെ അയാൾ തന്നെ നോക്കുന്നു. ഹലോ മിസ് ആന്റണി. എന്താണോ പ്രവാചകൻ അടിച്ചു വിടുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, സ്ഥിരം വിഷയം തന്നെ. തന്റെ കല്യാണക്കാരി പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുമുട്ടിയാൽ അതിനെ കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പെണ്ണിനെ കണ്ടുമുട്ടണ്ടേ? താമസിട്ട് വളരെ നേരമായി. ഇപ്പൊ ഒന്നേ ഉള്ളു. അമ്മയായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. തനിക്ക് വിഷയമൊന്നും വേണ്ടല്ലോ. ആകാശത്ത് ചന്ദ്രൻ, നക്ഷത്രാദികൾ, സൂര്യനുമുണ്ടല്ലോ. പിന്നെ ധാരാളം പേരുടെ ജാതകം. അമ്മയെ ഞാൻ നിർത്തുന്നു. എനിക്കൊരു കപ്പ് കാപ്പി വേണം. ഇവനെ കാപ്പി കുടിക്കണ്ട. അമ്മ പോയി വേഗം കുഞ്ഞുങ്ങളെ ഞാനതങ്ങ് മറന്നു. നിങ്ങളിരിക്കും, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എടോ, തന്നെ കാണാനേ കിട്ടുന്നില്ലല്ലോ. താൻ എങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. എവിടെ വരാനാ? ജോലിയല്ലോ, ജോലി. എന്റെ കാറ് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു സ്റ്റണ്ട് സിനിമയിലെ നായകനെ പോലെ സാറിന് പെരുമാറേണ്ടി വന്നു അല്ലേ? അല്ലാതെന്ത് ചെയ്യും? പിന്നെ ശാന്തി, ഒരു കാര്യം. എന്താ? ശാന്തി എന്നെ സാറെന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെന്ത് വിളിക്കും? ഹരിച്ചേട്ടാന്ന് വിളിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ആഗ്രഹമുണ്ടെങ്കിൽ അവകാശം പിടിച്ചു വാങ്ങണം. ഹരിച്ചേട്ടാ. ശാന്തി, കുറെ കാലമായി ഞാൻ അന്വേഷിക്കായിരുന്നു എനിക്കിഷ്ടപ്പെട്ട ഒരു മുഖം കണ്ടെത്താൻ. അപ്പോൾ അന്വേഷണം എന്നിൽ അവസാനിച്ചു എന്നാണോ? തൽക്കാലം അങ്ങനെയാണ് തീരുമാനം. പിന്നെ മനുഷ്യനല്ലേ, മനസ്സ് മാറിക്കൂടുന്നില്ലല്ലോ. എന്റെ അല്ല, പിന്നെ നിന്റെ. അതേ ജന്മമുണ്ടാവില്ല. ശാന്തി, നീ അമ്പലത്തിൽ പോകാൻ താല്പര്യം കാണിച്ചുടനെ തന്നെ ഭഗവാൻ നിനക്ക് മനസ്സിലിറങ്ങിയ ഒരു പെണ്ണിനെ കാണും. ഇതിനും ഭഗവാനെ കക്ഷി ചേർക്കണോ? ഇത് ഭഗവാന്റെ കാര്യം സമ്മതിച്ചു. എനിക്ക് ഉടനെ ആ പെൺകുട്ടിയെ കാണണം. എന്താ അവളുടെ പേര്? ശാന്തി. പിന്നെ അവളുടെ ജാതി ഏതെന്നും മതം ഏതെന്നും ഞാൻ അന്വേഷിച്ചില്ല. അമ്മയും അന്വേഷിക്കരുത്. ഇല്ല, നിന്റെ ഭാര്യ ആയിരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്ന മാത്രം. അത് അമ്മ തന്നെ കണ്ടെങ്കിൽ തീരുമാനിച്ചാൽ മതി. ഞാൻ ചേട്ടന് ഉടനെ. അമ്മേ, അമ്മാവൻ എന്നെ ഇന്ന് ഓഫീസിൽ ഫോൺ വിളിച്ചിരുന്നു. ശോഭയ്ക്ക് എന്നെ കാണണമത്രേ. ഞാൻ നാളെ തന്നെ പോകുന്നു. അപ്പൊ അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് വയ്യ. ഇനി ഇങ്ങനെ മരുന്ന് കുടിക്കാം. കൊഞ്ചാതെ മരുന്ന് കഴിക്കുവാളെ. ഇങ്ങനെ തന്നെ മരുന്ന് കുടിക്കാതെ എങ്ങനെയാ മോളെ സോക്കിട് മാറി? ഒന്നുകൂടി. ഇവൾക്ക് ഇപ്പോഴും പനിക്കുന്നുണ്ടല്ലോ. പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയായി. ഇത്തരം പനി 2-3 ആഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്ന ശോഭയുടെ അച്ഛൻ പറഞ്ഞത്. സമയമുണ്ടായി. മണി 4. എന്തിനാ നീ സമയം അന്വേഷിക്കുന്നത്? സമയം എത്രയായിട്ടും ജീവിപ്പിക്കുന്നില്ലല്ലോ. ഇത് സ്കൂൾ വിട്ട് വന്നിട്ട് വേണ്ട മോളെ ഇങ്ങോട്ട് വരാൻ. ഇന്നലെ മിനിയാന്ന് ഇവളുടെ നിർബന്ധ പ്രകാരം അവൾ ലീവ് എടുത്തു. ഹരിച്ചേട്ടനെ അടുത്തുണ്ടെങ്കിൽ എന്തൊരു സുഖമാണ്. അതെ അതെ, നിന്റെ ഈ നിസാര പനിക്ക് അവര് 2 പേരും ലീവ് എടുത്ത് ഇവിടെ വന്നിരിക്കും. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. തങ്കമ്മേ, ഒരു കപ്പ് കാപ്പി തന്നാ കുടിക്കാം. ഹരി കുടിച്ചോ? കുടിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു. കുറേ നേരം കാത്തിരുന്നു. നിന്നെ കണ്ടില്ല. പിന്നെ ഇങ്ങോട്ട് മടങ്ങിപ്പോന്നു. അമ്മ പറഞ്ഞു. മോൾ മരുന്ന് കുടിച്ചോ? ഹരി, എന്താണ് മാവ? അവിടെ വന്നാൽ നിന്റെ അമ്മയുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. എന്താ? ഞാൻ നിന്നോട് കാര്യമായി ചോദിക്കാം. നിനക്കൊരു വിവാഹം കഴിച്ചാലോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കഴിക്കേ. ആവാം, വിരോധമില്ല. ഇത് നീ എപ്പോഴും പറയാറുള്ള. ഇത്തവണ എങ്ങനെയായിരുന്നു? എന്താ, ആരെങ്കിലും കണ്ടുവച്ചെന്താ? അടുത്ത് തന്നെ ഞാൻ അമ്മാവനോട് പറഞ്ഞു. അമ്മാവ,
ശോഭയ്ക്ക് എന്താണ് അസുഖം? ഇപ്പോഴും പനിക്കുന്നുണ്ടല്ലോ. ഒരുതരം പാരാടൈഫോയിഡ് ആണ്, സാരമില്ല. കുറച്ചു നാളായല്ലോ തുടങ്ങിയിട്ട്. കുറവുണ്ട്. മോളെ അമ്മാവൻ തന്നെ ചികിത്സിക്കണോ? അതെന്താ? അല്ല, സ്വന്തം ആളുകൾക്ക് രോഗം വന്നാൽ സാധാരണയായി മറ്റുള്ളവരെ കൊണ്ട് ചികിത്സിക്കുകയാണ് പതിവ്. നമുക്ക് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ശിവരാമനെ കൊണ്ട് ചികിത്സിപ്പിച്ചാലോ? നല്ല ഡോക്ടറാണ്. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി. ആവശ്യം വരുമ്പോ എന്നെ ഞാൻ അറിയിച്ചോളാം. നീ ഇന്ന് തന്നെ പോകുന്നു? ഞാൻ ഉടനെ പോകുന്നു. ഗംഭീരപടം. അല്ല, നിന്റെ ഗീത ചേച്ചി വന്നില്ലടി മോളെ? ഞാൻ എത്ര നേരം ജീവിച്ചിരിക്കുന്നു, കാത്തിരിക്കുന്നു. ഫോൺ വിടണ്ടേ മോളെ? മോള് മരുന്ന് കഴിച്ചോ? കഴിച്ചു. അപ്പൊ ഞാൻ വരട്ടെ മോളെ. മോളെ, തലവേദന എടുക്കും, അധികം വായിക്കല്ലേ. ഹലോ ശാന്തി, ഹൗ ആർ യു? അങ്ങനെയാണോ? ശാന്തിക്കനോട് അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആവശ്യപ്പെട്ടാൽ പോരെ. അത്യാവശ്യ സമയത്ത് ഞാനല്ലാതെ പിന്നെ ആരാ ശാന്തി സഹായിക്കേണ്ടത്? ഞാൻ ഉടനെ വരാം. 10,000 രൂപയല്ലേ വേണ്ടു? ഓക്കെ, ഞാൻ ഉടനെ എത്താം. അത്യാവശ്യമായി 10,000 രൂപ വേണമെന്ന് പറഞ്ഞു വീട്ടിലാള് വന്നു. എന്റെ കയ്യിൽ പണമില്ല. എങ്ങനെയെങ്കിലും എന്റെ കസിനെ സഹായിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഹരിച്ചേട്ടന് ബുദ്ധിമുട്ടിച്ചത്. എനിക്ക് ബുദ്ധിമുട്ടും. ഞാൻ എന്നെ തന്നെ നിനക്ക് തന്നിരിക്കുകയായിരുന്നു. പിന്നെ ഈ 10,000 ഒരു പ്രശ്നമാണ്. നിന്റെ ആവശ്യം എന്റെയും കൂടി ആവശ്യം. ഇതാ. ശാന്തി, ശാന്തി. പണം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. നീ എന്താ ഒരു മാതിരി? ഒന്നുമില്ല. ഇടി മണ്ടി പെണ്ണെ, അവന്റെ കാരണവന്മാർ സമ്പാദിച്ചു വെച്ച പൂത്ത പണമാണിത്. അതിലൊന്നും ഒരല്പം നമ്മുടെ കയ്യിൽ വന്നാൽ ഒരു അപകടവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ എത്ര നാൾ ആലോചിച്ചതിന് ശേഷമാണ് ഈ പദ്ധതി ഉണ്ടാക്കിയതെന്നറിയാം. ഇനി ഇത് തുടരണം. ദിസ് മസ്റ്റ് കണ്ടിന്യൂ. വേണ്ടത്ര പണം കിട്ടിയില്ലേ? ഇനിയും എന്താണ് പദ്ധതി? നിങ്ങളുടെ വിവാഹം. നോ, അതിനൊന്നും എന്നെ കൊണ്ടാവില്ല. കല്യാണം കഴിഞ്ഞാൽ അഭിമാനം ഓർത്ത് അവൻ ഈ കാര്യം ആരോടും വെളിയിൽ വിടുകയില്ല. നമുക്ക് ഈ പണവുമായി നാട് വിടുകയും ചെയ്യാം. എന്താ മിണ്ടാത്തത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ മനുഷ്യന്റെ കഴുത്തിൽ മാലയിട്ട് വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. നീയല്ല, നിന്റെ പ്രേതം വരെ തയ്യാറാകും. ചേരാൻ നിനക്കറിയാമല്ലോ. ഇതിൽ കൂടുതൽ എന്തറിയാനിരിക്കുന്നു? അപ്പോ നിന്റെ തീരുമാനത്തിന് മാറ്റമില്ല അല്ലേ? ഇല്ല. അത് മാത്രമല്ല, ഇനിയും എന്നെ ശല്യപ്പെടുത്തിയാൽ ഞാൻ പോലീസിന് അറിവ് കൊടുക്കും. എന്ത് പറഞ്ഞു വാക്കൽ? നീ ഒറ്റ കൊടുക്കുമല്ലേ? പേര് വന്നേ കൊടുക്കുമല്ലേ?
ശാന്തി എന്നോട് ക്ഷമിച്ചു ഹരിച്ചേട്ടാ. ഹരിച്ചേട്ടനെ ഞാൻ മണ്ടിക്കായിരുന്നു. എന്താണ് ഈ പറയുന്നത്? അയാളുടെ ആരാണ്? എന്റെ കഴുത്തിൽ താലി കിട്ടിയ ആൾ. ഹരിച്ചേട്ടിൽ നിന്നും പണം തട്ടിയെടുക്കാൻ വേണ്ടി അങ്ങനെ നടത്തിയ നാടകമായിരുന്നു. അതിൽ എനിക്ക് അഭിനയിക്കേണ്ടി വന്നു. ഈ പാവം പെണ്ണിനോട് ക്ഷമിക്കാതിരിച്ചേട്ട. ക്ഷമി. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് മോനെ നമ്മൾ രക്ഷപ്പെട്ടത്. എന്ത് ഈശ്വരാനുഗ്രഹം? അല്ല, ആ പെണ്ണുമായിട്ടുള്ള കല്യാണം നടന്നതിന് ശേഷമാണ് ഈ ചതി അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നമുക്കൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് പറഞ്ഞത് ഈശ്വരാനുഗ്രഹമാണ്. എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് ഒരേ പല്ലവി തന്നെ, ഈശ്വരാനുഗ്രഹം. ആ പെണ്ണ് ക്ഷേത്രത്തിൽ വെച്ച് ആദ്യമായി കണ്ടു എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഈശ്വരാനുഗ്രഹം. ഇപ്പൊ ഈശ്വരന്റെ ശക്തി എന്തായി മനസ്സിലായോ? മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അല്ലാത്തൊന്നും പറയരുത്. ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് കല്യാണവും വേണ്ട, അടിയന്തരവും വേണ്ട. ജ്യോതിഷത്തിൽ മാത്രമല്ല, കൈ നോക്കി ഭാവി പറയുന്ന കാര്യത്തിലും ആന്റണി കേട്ടിട്ടുണ്ട്. തിരുമേനിക്ക് എന്താ അറിയുന്നത്? സന്താന യോഗം നമ്മുടെ കാലശേഷം നമ്മുടെ തലമുറ നിന്നു പോകുമെന്നാണ് നമ്മുടെ സംശയം. അങ്ങനെ ഒന്നും സംഭവിക്കേണ്ടതില്ല. എന്നാൽ സംഭവിച്ചതുപോലെയാ നമ്മുടെ അന്തർജനം പറയുന്നത്. തിരുമേനി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നിങ്ങൾക്ക് സന്താനയോഗം കാണുന്നു. നിങ്ങൾ ഉടനെ ഒരു അച്ഛനായിരുന്നു. സന്താനയോഗം ഉണ്ടോ? അച്ഛനാവോ? തീർച്ചയായും എന്റെ പൊന്നെ അങ്ങനെ അച്ഛനായിട്ടുണ്ട്. എന്താടാ? അല്ല, ഈ ലൗസീന് നിന്റെ സ്വന്തം ചെയ്യണം. 5 മണി കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ് ആന്റണി സാറെ വിളിച്ചിട്ട് കൈനോട്ടം. എന്താ ഇത് കുറേ നേരം കൂടെ പിടിക്കും. നിന്റെ വായനോട്ടം പോലെ അല്ലേ ഇത്? ഇത് കൈനോട്ടമാണ്. ഓടാ തിരുമേനി അരി വരുമ്പോ ഞാൻ വന്നിരുന്നു പറയാം. തീർച്ചയായിട്ടും നാളെ രാവിലെ വന്നാൽ അങ്ങ് പറയണ്ട. ചുമ്പൻ എടോ തിരുമേനി, തന്റെ മേനിയാൻ ഒരു ദിവസം ശരിക്കും അവിടെ ഒരു തിരുമും. ഇതെവിടെ? അവൾക്ക് അസുഖം കൂടുതലായി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വരുമ്പോൾ ഞാനും കൂടെ വരണമെന്ന് വാശി പിടിച്ചു. അച്ഛത, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. അച്ഛനെയും കാണാൻ പറ്റുന്നില്ല, അമ്മയും കാണാൻ പറ്റുന്നില്ല, എനിക്ക് ഹരിച്ചേട്ടനെയും കാണാൻ പറ്റുന്നില്ല. കണ്ണു കാണാൻ പറ്റുന്നില്ലേ മോളെ? ഇല്ല ഹരിച്ചേട്ട, എനിക്ക് ഇനി എന്തെങ്കിലും അച്ഛനെ കാണാൻ പറ്റുമോ? പറ്റും മോളെ, നമുക്ക് എല്ലാരെയും കാണാറാണ്. അച്ഛൻ പോവാന്നേ? ഇല്ല മോളെ, ഹരിച്ചേട്ടൻ പോയിട്ട് ഇപ്പൊ വരാം. മോള് കിടന്നു. എന്താമാവായത്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ നല്ലതുപോലെ നോക്കി. അവളുടെ കണ്ണിന്റെ കാര്യമാണ് എനിക്ക് പിടികിട്ടാത്തത്. ഹരി, ആ വീടിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ സ്ഥലം മാറി ചികിത്സിച്ചാലേ ഭേദമാവുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്. നോൺസെൻസ്. എന്നിട്ട് എനിക്ക് വേറെ ഡോക്ടറെ കാണിക്കാൻ തോന്നി. പ്രശ്നം വെച്ച് നോക്കാനാണ് പോയത്. അമ്മാവാ, ഞാൻ പോയി പ്രൊഫസർ ശിവരാമനെ വിളിച്ചോണ്ട് വരട്ടെ. ആരെ വിളിച്ചാലും വേണ്ടില്ല, ചോദയുടെ അസുഖം ഭേദായാവും. It has developed into acute meningitis. അതായത് ബ്രെയിൻ ഫ്യൂർ. കാഴ്ചക്കുറവിന് കാരണം അതാണ്. നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയി ചികിത്സയായിരിക്കും കൂടുതൽ നല്ലത്.
ശരി ഡോക്ടർ, ഇന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതെ, എന്റെ ഹോസ്പിറ്റലിലേക്ക്. അവിടെ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് വേണം. എന്താ അമ്മയ്ക്ക് സെന്റിമെന്റ്? ആശുപത്രി കിടന്ന അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് അവിടെ പോകുന്ന ഇഷ്ടമല്ല. ഓ അതോ? ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, വേണ്ട വിധത്തിൽ ഞാൻ നോക്കിക്കോളാം. ഓൾറൈറ്റ്, അമ്മയ്ക്ക് ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെയാ. ഞാൻ ദിവസം ഇവിടെ വരാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കുറിച്ചാണ്. കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ അസുഖം മാറിയെന്ന് തന്നെ പറയാം. പക്ഷെ എന്നാലാവും ഞാൻ ശ്രദ്ധിക്കാം. ഇന്ന് തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങാം. ഇപ്പൊ കൊടുക്കുന്ന മരുന്നുകൾ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. വേറെ പുതിയ മരുന്നുകളൊന്നും ആവശ്യമില്ല. ശരി ഡോക്ടർ. ഡോക്ടർ, എന്റെ ശോഭയ്ക്ക് എന്നെ കൊണ്ടാവും വിധം ഞാൻ ചികിത്സിക്കുന്നുണ്ടമ്മേ. തുറന്നു പറയൂ ഡോക്ടർ, എന്റെ മോളുടെ ആയുസിന്. അമ്മ പ്രാർത്ഥിക്കൂ, എന്റെ മരുന്നുകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകട്ടെ. മോളെ, ഇന്ന് തോട്ടത്തിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞു. പൂജയ്ക്ക് കൊടുക്കാനൊക്കെ പറിച്ചെടുത്തു. നോക്കൂ, എത്ര കണ്ട് പൂക്കളാ. എവിടെ? നിന്റെ മുന്നിലല്ലേ ഞാൻ നിൽക്കുന്നത്. എനിക്ക് കാണാൻ വയ്യന്റെ അമ്മ. എന്റെ മോൾക്കെല്ലാം കാണാറാകും. ഭഗവാൻ മോൾക്ക് കാഴ്ച ഉണ്ടാക്കി തരും. അമ്മായി, അമ്മായി എന്തിനാ കരയുന്നേ? എന്റെ മോളെ, അമ്മായി കരഞ്ഞില്ല. അമ്മായി എന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ആ ശേഖരൻ ഇത്ര ഭയങ്കരനാണെന്നും കരുതിയില്ല. നമ്പൂരിക്ക് ഇതിനു മുമ്പ് അവൻ അറിയാമായിരുന്നു. ഇല്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇങ്ങീട് കയറി വന്ന് പരിചയപ്പെടുകയുണ്ടായത്. എന്നിട്ട് സാറിനെ പറ്റി ചോദിച്ചു. എന്റെ ശുദ്ധഗതി കൊണ്ട് എല്ലാം അങ്ങോട്ട് പറഞ്ഞു. അത് ഇത്ര ആപത്തായിട്ടിരുമെന്ന് കരുതിയില്ല. നമ്പൂരി വിഷമിക്കണ്ട, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ഇപ്പൊ എവിടെയാണാവോ? പോലീസ് കസ്റ്റഡിയിൽ. അവിടെ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കാനുള്ള കാര്യങ്ങളാ ഇനി നാം നോക്കേണ്ടത്. എന്താ? ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. നമ്മുടെ ഭാര്യ
തന്റെ ഭാര്യ എന്ന് പറയുന്ന നമ്പൂരി. അതെ അതെ, എന്റെ ഭാര്യ രുക്മിണിയായിരിക്കണം. ഓ, നമ്പൂരിയുടെ വള്ളക്കാലത്ത് ആഗ്രഹം സാധിച്ചല്ലോ. ചിലവൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ട്. എന്തായത് മിഠായി മറ്റാർക്കും കൊടുത്തിട്ടില്ല. ആറ് വന്നിട്ട് ആകാമെന്ന് കരുതി. ഇതുകൊണ്ടൊന്നും പോരാ. കുട്ടിയുണ്ടായ ഒരു വലിയ പാർട്ടി നടത്തണം കേട്ടോ. ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. എന്നെങ്കിലും ഗീതചേച്ചി കാണാൻ പറ്റൂ? എന്താ ചോദ്യം ഇങ്ങനെയൊക്കെ പറയുന്നത്? അസുഖം മാറുമ്പോ നിന്റെ കണ്ണിന് കാഴ്ച കിട്ടും. ഇത് മാറുമോ ചേച്ചി? പിന്നെ മാറാതെ നീ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. നോക്കിച്ചോ, ചേച്ചിയോട് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ശരി ചേച്ചി. ചേച്ചി ചേച്ചി എന്നെ വിട്ടിട്ട് പോകരുത് കേട്ടോ. പിന്നെ പോലെ ഇതുപോലെ എന്റെ ഹരിച്ചേട്ടൻ എന്നെ വിട്ടിട്ട് പോയാലും എനിക്ക് വല്ലാത്ത വിഷമം തോന്നും. ചേച്ചിക്ക് തോന്നാറില്ലേ? ഇല്ല. എന്താ ഹരിച്ചേട്ടനെ ചേച്ചിക്ക് ഇഷ്ടമില്ലേ? കൂടുതൽ സംസാരിക്കരുത് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? ഒന്നുമുണ്ടാകരുത്. ചേച്ചി, എനിക്കൊന്ന് ഉറങ്ങണമെന്നുണ്ട്. പക്ഷെ ഉറക്കം വരുന്നില്ല. ഒരു പാട്ട് പാടി ചേച്ചി. അമ്മ ശോഭയുടെ ജാതകം നല്ല ജാതകമാണ്. പിന്നെ കുറെ കഷ്ടകാലമുണ്ട്. ആർക്കാ അമ്മയെ കഷ്ടകാലമില്ലാത്തത്? അമ്മ വിഷമിക്കാതിരിക്കണം. അമാവാസി കഴിഞ്ഞാൽ പിന്നെ ശോഭയ്ക്ക് ഉഗ്രൻ ജാതകമാണെന്നാ നമ്മുടെ ആന്റി പറഞ്ഞിരിക്കുന്നത്. ഇതെതിരെ ഉറങ്ങിയില്ല. 2 മണിക്ക് ശോഭയ്ക്ക് മരുന്ന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് കരുതി. അമ്മയും അമ്മായി എവിടെ? ഞാൻ നിർബന്ധിച്ച് ഉറങ്ങാൻ പറഞ്ഞു. ഇത് പോയി കിടന്നുറങ്ങി. ഞാനിവിടെ ഇരിക്കും. വേണ്ട, ഹരിച്ചേട്ടും പോയി കിടന്നോളൂ. എത്ര ദിവസമായി ഉറക്കൊഴിയാൻ തുടങ്ങിയിട്ട്? എനിക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ എന്റെ അമ്മ കഴിഞ്ഞാൽ എനിക്കാകെ കൂടി സ്നേഹിക്കാനുള്ളത് ശോഭ മാത്രം. ഇവളിങ്ങനെ കിടക്കുന്നത് കാണും. വിഷമിക്കാതിരിക്കൂ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശോഭയുടെ അസുഖം മാറില്ലേ? ശോഭേ, എന്ത് പറ്റി മോളെ? സ്വപ്നം കണ്ടു. പേടിക്കണ്ട മോൾ. അഞ്ചെട്ട് അടുത്ത് തന്നെ ഉണ്ട്. മോൾ ഉറങ്ങി. എന്നെ വിട്ട് പോരുത്. ഇല്ല മോളെ, ഞാൻ എങ്ങും പോയി. മോൾ ഉറങ്ങി. ചേച്ചി, എന്താ മോളെ? തല വല്ലാതെ വേദനിക്കുന്നു. ഒന്ന് തടയി തരും. ഹരിച്ചേട്ടാ, ഈ ഭാഗത്തൊന്ന് തടയി തരും. 2 പേരിങ്ങനെ അമർത്തി പിടിക്കുമ്പോ എന്തൊരു സുഖം.
അമ്മായി എനിക്ക് കാണാറേ പൂക്കളും കാണാം അമ്മായിയും കാണാം. ഒന്ന് വേഗം വരൂ. എനിക്ക് എന്നെ കാണാറേ. എന്ത് ശരിവായിരപ്പാ നീ തുടങ്ങി മോളെ. എന്റെ മോളെ അരിച്ചെന്നെ കാണാൻ അങ്ങോട്ട് പൊന്നു മോളെ. ശോഭയ്ക്ക് കാഴ്ച തിരിച്ചു കിട്ടി. മോളെ ഇനി പേടിക്കാനൊന്നുമില്ല. മരുന്നുകൾ വല്ലതും മാറണോണ്ടാക്കുക ഒന്നും വേണ്ട. ഇപ്പൊ കൊടുക്കുന്നതൊക്കെ കൊടുത്താൽ മതി. ഭക്ഷണം രുചിയുണ്ടെങ്കിൽ അല്പം കഞ്ഞി കൊടുക്കണം. എനിക്ക് കഞ്ഞൊന്നും വേണ്ട. പിന്നെന്തു വേണം? ചോറ് വേണം. 2-3 ദിവസം കഴിയട്ടെ മോക്ക് ചോറുണ്ട്. നീ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു. ആ ഹരി വരും. ക്ഷീണത്തിന് ഒരു മരുന്ന് കൂടി എഴുതരാം. മോളെ എടുത്ത് ഇത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കും. മോളുടെ കണ്ണിന് കാഴ്ച കിട്ടിയ ഇത് ഭണ്ഡാരത്തിലിട്ടേക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. ഡോക്ടർ മരുന്നിനെ കുറിച്ച് തരാമെന്ന് പറഞ്ഞു. കുറിക്കുകയല്ല, ഞാൻ അവിടെ തീർത്ത് കൊടുത്തായിരിക്കും. ഇനി ഒന്നും പേടിക്കാനുള്ള ഡോക്ടർ ധൈര്യമായി ക്ലിനിക്കിലേക്ക്. അവിടെയും കുറെ രോഗികൾ കാത്തിരിപ്പുണ്ട്. കുറച്ച് ദിവസമായിട്ട് ആ കാര്യങ്ങളെല്ലാം മറന്നിരിക്കും. അവനവന്റെ കുട്ടികളുടെ കാര്യം വരുമ്പോൾ എല്ലാം മറക്കുന്നത് സ്വാഭാവികം. ഇവിടെയാണ് മനുഷ്യന്റെ സ്ഥായിയായ വികാരം സ്വാർത്ഥ എന്ന് പറയും. അപ്പോ ഞാൻ പറയുന്ന ഒന്ന് വീട്ടിൽ പോയിട്ട് വേണ്ട. അവിടെ ചേച്ചി ഒറ്റയ്ക്കല്ലേ അതുകൊണ്ടെന്താ ചേച്ചി പോവാണെങ്കിൽ ഞാനും വരും. അല്പ ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ കൂടെ. സ്കൂളിലൊന്ന് പോയി ലീവിന്റെ കാര്യം ശരിയാക്കണം. സ്കൂളിലേക്ക് അനുഭവിച്ചു. വേഗം വരണം. വേഗം വരാം. പോയിട്ട് ഉടനെ വരൂ ജീവേ. നീ ശോഭയും കൂടി അല്ലേ വന്നത്. അസുഖം മാറി നിങ്ങൾ രണ്ടുപേരും കൂടി പൊയ്ക്കോളൂ. ചേച്ചി പോയിട്ട് വരുമ്പോൾ ശോഭയ്ക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ചേച്ചിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും. ശോഭ അവിടൊക്കെ എന്താ വരാത്തത്? പള്ളിക്കുടിച്ച് പോയി ലീവെല്ലാം എടുത്തിട്ട് വേണ്ടേ മോളെ വരാൻ. ലീവ് കിട്ടിയില്ലെങ്കിലോ? കിട്ടിയില്ലെങ്കിൽ ശനിയാഴ്ച വരും. ഇന്നെന്താഴ്ച? ചൊവ്വാഴ്ച. അപ്പോ ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4 ദിവസം. ലീവ് കിട്ടി അടുത്തില്ലെങ്കിൽ ഒരു സുഖവുമില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഹരിച്ചേക്ക് ഇഷ്ടമില്ലേ? എനിക്ക് അതിന്റെ ചേച്ചിയോട് പറയാത്തത് എന്തിനാ പറയുന്നത്? വെറുതെ. അതെ, ചേച്ചിക്ക് ഹരിച്ചേക്കിന് ഇഷ്ടമാണോ? എന്തോ എനിക്കറിയില്ല. ചോദിച്ചാലറിയൂടെ? ശോഭേ, ഹായ് ചേച്ചി വന്നോ? ചേച്ചിയെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇന്ന് വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എനിക്ക് ശോഭയെ കാണണമെന്ന് തോന്നി. ചേച്ചി എനിക്ക് എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? ഹായ് ശ്രീകൃഷ്ണൻ, നല്ല ഭംഗിയല്ലേ? ഇത് ചേച്ചിനെ എടുത്തു വെച്ചോളൂ. എനിക്ക് പോകുമ്പോ കൊണ്ടുപോകാനാ. വെള്ള, പച്ച, ചുവപ്പ്, നീല, നല്ല നിറങ്ങൾ. അച്ഛട്ടാ, ചേച്ചി വെള്ളക്കാരി മാറ്റി കളക്കാരി എടുത്താ നല്ല ഭംഗിയുണ്ടാവല്ലേ? നല്ല ഭംഗി ഉണ്ടാവും. എത്ര പറഞ്ഞാലും ചേച്ചി കേൾക്കില്ല. ഇവിടെ വന്ന് ഇരിക്കൂ ചേച്ചി. വേണ്ട മോളെ, ഞാനിവിടെ നിന്നോളാം. അതൊന്നും പറഞ്ഞ പറ്റില്ല. ഇരിക്കൂ. നിങ്ങളുടെ 2 പേരുടെ നടുവിൽ ഇരിക്കുമ്പോൾ എന്തൊരു സുഖം. ഇതെപ്പോ ഒന്നു കുറച്ചു നേരമായി. ലീവ് കിട്ടിയ മോളെ. അമ്പലത്തിലൊന്ന് പോയി. ഇന്ന് അമാവാസിയല്ലേ? ശോഭയുടെ പേരിൽ ഒരു രക്തപുഷ്പാഞ്ജലി കളി. അടുത്ത അമാവാസി കഴിഞ്ഞു കിട്ടും. ആ ദിവസം കഴിഞ്ഞും ഈ കുട്ടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആദ്യത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതുപോലെ എന്റെ മോക്കിന് ഒരു അസുഖം വരട്ടെ.
മതിയമ്മേ, ഏതെങ്കിലും ഒന്ന് തൊടിയിക്കണം. വെറുതെ ഇങ്ങനെ കുഞ്ഞിനെ വേഷം കെട്ടിക്കണം. അത് ഞാൻ തീരുമാനിച്ചോ. നോക്ക് കൊടുക്കല്ലേ, തണുപ്പ് അവൾക്ക് പിടിക്കില്ല. ഇതേ എന്താ വിധി? ഇതേ ഞാനൊരു കാര്യം തുറന്നു ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നില്ല. ശോഭ കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ചു, ഹരിച്ചേട്ടന് ഗീത ചേച്ചിയോട് ഇഷ്ടമാണോ? അറിയില്ലെന്ന് ഞാൻ അപ്പം മറുപടി പറഞ്ഞു. ഇതേ ഞാൻ ആ ചോദ്യം ഇപ്പൊ നിന്നോട് ചോദിക്കും. ഗീതയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗീതയ്ക്കത് ഇഷ്ടമാണോ? ഞാൻ വിവാഹത്തെ കുറിച്ച് ആലോചിക്കാറേയില്ല. വേണ്ട, ഇനി ആലോചിച്ചാൽ മതി. ഭാഗ്യന്റെ എനിക്ക് അതിന് അർഹതയില്ല ഹരിച്ചേട്ട. ഞാനും ഒരു ഭാഗ്യം കെട്ടവനാണ് ഗീതയെ. അല്ല, ഹരിച്ചേട്ടന്റെ ജീവിതത്തിലേക്ക് ഭാഗ്യവതിയായ ഒരു പെൺകുട്ടി കടന്നു വരും. അത് നീ ആയാൽ കൊള്ളാം. ഹരിച്ചേട്ട ദയവ് ചെയ്ത് മേലെ എന്നോടിങ്ങനെ സംസാരിക്കുന്നു. നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ സംസാരിക്കും. പക്ഷേ ഒരു കാര്യം, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്തിനാ കരയുന്നത്? ഹരി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. നീ തെറ്റ് ചെയ്തെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞു? ഒരു പെണ്ണ് കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളാണ് ഹരി നിന്നോട് പറഞ്ഞത്. അത് കേട്ട് നീ എന്തിനാ കരയുന്നത്? അത് കേൾക്കാൻ എനിക്ക് അർഹതയില്ല ചേച്ചി. അർഹത തീരുമാനിക്കേണ്ടത് ചോദിച്ചാളല്ലേ. ഞാൻ ശോഭനോട് കൂടെ ഇവിടെ വന്നത് ഈ കാര്യത്തിലുള്ള വിനോദം പറയില്ലേ? ഈ ലോകത്ത് അനാവശ്യമായി കുറെ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചു? കഴിച്ചു. കഴിച്ചോ? ഞാൻ എപ്പോഴേ കഴിച്ചു. പുറക്കം വരും. പറയും ഗുഡ് നൈറ്റ് ഹെഡ്സെറ്റാ. ഗുഡ് നൈറ്റോ? പതിവ് കോട്ട. എന്താ ശോഭ? ഒന്നുമില്ല. ഹരി, നീ ഉറങ്ങിയില്ലേ? നീ പോയി കിടന്നു. അമ്മ എവിടെ ഇരുന്നു?
അമാവാസി കഴിഞ്ഞാൽ നമുക്ക് നല്ല കാലമാണ്. അമാവാസിയും നല്ല കാലം ഒന്നും കാത്തു നിൽക്കാതെ അവള് നമ്മളെ വിട്ടു പോയടാ മോനെ. നമ്മുടെ ശോഭ നമ്മളെ വിട്ടു പോയടാ മോനെ. ഞാൻ പോവേ. പോകുമ്പോ എനിക്ക് തരാമെന്ന് പറഞ്ഞ് കൃഷ്ണന്റെ ബൊമ്മയുടെ ചേച്ചി മറന്നുവല്ലേ? എന്റെ മോളെ ചേച്ചി മറന്നിട്ടില്ല. ഹരിച്ചേട്ടന് വേണ്ടി നിറങ്ങൾ അണിഞ്ഞിരിക്കുകയാണ് ഞാൻ. ഈ നിറങ്ങളോട് കൂടി നീ എന്നും എന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം ഗീതേ. വേദന തിന്ന് മരവിച്ച ഒരു മനസ്സ് മാത്രമേ ഹരിച്ചേട്ടന് തരാനായി എന്നിലുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നിന്നെ എനിക്ക് വേണമെന്ന് തോന്നിയത്. ഗീതേ, അമ്മേ, അമ്മേ, അമ്മേ. എന്താ മോനെ? ഞാൻ ഗീതയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നന്നായി മോനെ. നന്നായി. മോളെ, ഇന്നു മുതൽ നീ എന്റെ മരുമകളാണ്. എന്താടാ, ഇവന് പിന്നെ പൂജയിലും ദൈവത്തിലും ഒന്നും വലിയ വിശ്വാസമില്ല. നിനക്ക് വിശ്വസിപ്പിക്കാനാവുമെങ്കിൽ ചെയ്തു. ഗീതേ, ഗീതേ, എന്താ ഹരിച്ചേട്ടാ? ഇത്രയും നേരം ഞാൻ എന്തെടുക്കായിരുന്നു? അമ്മയായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണ്ടി വരാൻ. വയസ്സാവുമ്പോൾ അമ്മമാർ ഇവരെല്ലാം വരികയാണ് പോകും.
ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ സാമീപ്യം ഇത്രയേറെ സുഖം തരുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. ഇത്രയൊക്കെ പറയാൻ എന്നിൽ എന്തുണ്ട് വെച്ചില്ല? പലതും. മുത്ത് വാങ്ങുന്നവനെ അതിന്റെ വില അറിയാം, മുത്തിനറിയില്ല. ഇതേ അന്ന് ഞാൻ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ നിഷേധിച്ചതിനെന്താ കാരണം? എനിക്ക് കയ്യെത്താത്ത ഉയരത്തിലാണ് ഹരിച്ചേട്ടനെന്ന് അറിഞ്ഞതുകൊണ്ട്. ഞാൻ ഹരിച്ചേട്ടനെ സ്നേഹിച്ചിരുന്നു. അതാരും അറിയാതെ സൂക്ഷിക്കാനായിരുന്നു എനിക്ക് നോക്കും. പക്ഷേ അതൊരാൾ കണ്ടുപിടിച്ചു. ആര്? നമ്മൾ കൂടി ചേരുന്നതിന് മുൻപ് അവൾ പോയി. പക്ഷെ അവൾ തിരിച്ചു വരും. ഇതെങ്ങനെ? നമ്മുടെ മോളായി ജനിച്ച്. അസംബന്ധം പറയാതെ പുനർജന്മത്തെപ്പറ്റി പറഞ്ഞു വരികയായിരിക്കും. അതെ, ഹരിച്ചേട്ടൻ അറിയാനില്ല. അറിവോടൊക്കെ ഈ രാത്രി തന്നെ ചർച്ച ചെയ്യണം. വേറെ എന്തെല്ലാമോ പറയാനും. താങ്ക് യു. ആളൊന്ന് ചെറുപ്പമായതുകൊണ്ടുണ്ടല്ലോ ഉണ്ടോ? എന്തോ അച്ഛനാകാൻ പോവുക. കേവലം ഒരു 5 വയസ്സിലെ ചോക്ലേറ്റ് ആ മാറ്റി വാങ്ങിച്ചത്. ആ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നവന് നിനക്ക് ആനോ ഒട്ടയോ വാങ്ങി തരാടാ. ആന്റണി എന്ന് കൈ നോക്കി പറഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു ഒരു ഒരു ധൈര്യം അങ്ങനെ തന്നത്. ഞാൻ പറഞ്ഞോട്ടല്ല തിരുമേനിയുടെ പേര് കൽപ്പനയായത്. അത് തിരുമേനിയുടെ കഴിവുണ്ട്. എങ്കിലും മതത്തുകളിൽ ചോദ്യമൊക്കെ ഉണ്ടായത് ആന്റണിയുടെ വാക്യം കേട്ടതിന് ശേഷമാണ്. അങ്ങനൊരു കാര്യം കുഞ്ഞുണ്ടാവുമ്പോ എനിക്ക് മാറ്റണം. തീർച്ചയായിട്ടും നടത്തുന്നുണ്ട്, സംശയിക്കില്ല. ആ ഹരിസാറ് ആരും അറിയാണ്ട് കല്യാണം കഴിച്ചു പോകുമ്പോ ഇല്ല. ആഹാ, എന്നിട്ട് അത് കുടിച്ചു കഴിഞ്ഞോ? താങ്ക് യു ഇരിക്കും. പിന്നെ ഞാൻ തന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇതാണ് 2 ജാതകങ്ങൾ. മനസ്സിലായി? എന്തിനാണ് ഇത്? എന്റെയും ഭാര്യയുടെയും ജാതകം. അത് നോക്കി പറയാം. വിശേഷിച്ച് എന്നാണ് ഞങ്ങൾ മരിക്കുന്നത്? അതെ, ഞാൻ ഈ പരിപാടി നിർത്തിയിരിക്കുകയാണ്. താൻ നിർത്തിയെന്ന് കേട്ടാൽ അമ്മ വളരെയേറെ ദുഷിക്കും. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഒരു വിശേഷവുമില്ല. ഇത് തന്റെ വീട്ടിൽ കൊണ്ട് തന്നേ ഒക്കെന്ന് പറഞ്ഞ് കുറച്ച് ദിവസമായി അമ്മ ഫലം ഉണ്ടാക്കുകയാണ്. അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കില്ലെന്ന് എനിക്കറിയാം. നല്ലതുപോലെ സാവധാനത്തിൽ നോക്കിയാൽ മതിയെന്നും അമ്മ പറഞ്ഞു. ഹരിയുടെ അച്ഛൻ മരിക്കുമ്പോൾ അവൻ 6 വയസ്സാകും. അതുകൊണ്ട് അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വന്നു. 10-16 വയസ്സായപ്പോൾ മുതൽ അവൻ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. എസ്റ്റേറ്റ് എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെയാണ്. എന്താ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പരദൂഷണം? നിന്നെ പറ്റി തന്നെ. എന്നെ പറ്റിയോ? പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പരദൂഷണം പറയാൻ നീ അല്ലാതെ വേറെ ആരാ? എടാ മോനെ, നീ ഇവളെയും കൂട്ടി നമ്മുടെ എസ്റ്റേറ്റിൽ പോയി കുറേ ദിവസം താമസിക്കും. എന്തിനാണ്? അവൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല. തന്നെയല്ല, 2 പേരും ഇവിടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞുകൂടിയാൽ പറ്റില്ലല്ലോ. എടി നീ അമ്മയെ മണിയടിച്ച് ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങ് സംഘടിപ്പിച്ചു അല്ലേ? അയ്യോ, ഞാൻ അമ്മേ, നാളെ ഈ സമയത്ത് ഞങ്ങൾ എസ്റ്റേറ്റിൽ. എന്താ ഗീതേ? എന്താ ഹരിച്ചേട്ടാ? ഗീത ഒന്നിട്ട് വരൂ. എന്തിനാ? എന്റെ മുതുകൊന്ന് തേച്ച് വരൂ. ഗീതേ, അതാ ഇതാ തോക്ക മുതുകൊണ്ടേക്ക്. എന്താ? നിനക്ക് പുറം തേച്ച് തരണ്ടേ? വേണ്ട, ഞാൻ തന്നെ തേച്ചോളാം. ഞാൻ അകത്ത് വന്ന് തേച്ച് തരാം.
വേലത്തിനൊക്കെ കയ്യിലിരുന്നോട്ടെ, എന്നോട് കാണിക്കണ്ട. മനസ്സ് വെച്ചാ മതി. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു, വരുന്നു. മടൈ, ഞാൻ വെറുതെ തമാശ കാണിച്ചതല്ലേ. ഇതേ എന്താ ഇത്, പേടിച്ചു പോയോ? വേറെ ചെറുതോ ഒരു മരണം. ആരുടെ? എന്തിനാണ് എന്റെ പഴയ കാലത്തെ പിടിച്ചു ചോദിക്കുന്നത്? എന്താ ഞാൻ അറിയാൻ പാടില്ല? എനിക്കതോടല്ലാതെ വേറെ ആരോട് പറയും? അച്ഛന്റെ മരുമോനായിരുന്നു സുധിച്ചേട്ടൻ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരായിരുന്നു. സുഖേട്ടാ, നിങ്ങളുടെ സൂത്രം ഒന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. എടി പെണ്ണെ, കല്യാണം കഴിയുന്നതിന് മുൻപ് എന്റെ റൂമിലേക്ക് വന്നിരിക്കാൻ നിന്നോട് ആരാ പറഞ്ഞു? ആ പിന്നെ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടല്ലേ, മിസ്റ്റർ സുകുമാരൻ. അതെ, ഞാനാണ് നിന്റെ കണ്ണു കുത്തിയതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ സുഖേട്ടനാണ് ഇത് ചെയ്തതെന്നും മനസ്സിലാക്കാൻ ഞാനെന്തോ ജ്യോതിഷം വെച്ച് നോക്കണോ? പിന്നെ വേറെ ആരെയും തെമ്മടുത്തരം ചെയ്യാ? ആഹാ, ഏതായാലും തെമ്മാടിയായിരുന്നു. ഇനി അതിന്റെ സ്വഭാവം കൂടെ അല്പം കാണിച്ചു തരാം. ആ വേണ്ട 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 വേണ്ട, കയ്യും കാലും ഒന്നും എടുക്കാതെ അവിടെ നിന്നാ മതി. നീ ശരിക്കും ഒരു പിന്തിരിപ്പയാണല്ലോ. അതെ. എന്തോന്നതെ, അത് നിന്റെ ഈ സ്വഭാവം എന്നോ ഒന്ന് മാറാൻ? അന്ന് എന്ന് സുഖന്നറിയില്ലേ? അന്ന് ഓക്കെ, സമ്മതിച്ചു. ഞാൻ നിന്റെ അച്ഛനോട്, എന്റെ അച്ഛൻ സുഖന്റെ ആരാ? എന്റെ അമ്മാവൻ, അദ്ദേഹത്തോട് ഒരു കാര്യം പറയാൻ പോവുകയാണ്. എന്ത് കാര്യം? പ്രിയപ്പെട്ട അമ്മാവൻ, ഈ പൈങ്കിളി നോവലുകളും മറ്റുമായി എന്നെ മാത്രം സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു മകളുണ്ടല്ലോ താങ്കൾക്ക്? ഞാൻ ആരും സ്വപ്നം കാണാറില്ല. ഇല്ലെങ്കിൽ വേണ്ട, പക്ഷേ ഞാൻ അവളെ സ്വപ്നം കാണാറുണ്ട്. കഴിയുന്നതും വേഗം അമ്മാവൻ എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരണം. ഇല്ലെങ്കിൽ ഞാൻ അവളെ അന്ന് പൊക്കി എടുത്തോണ്ട് പോകും. പിന്നെ പിന്നെ നീ എപ്പോഴും വന്നു? ഇപ്പോൾ വന്നത്. എനിക്ക് എന്നോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. എന്താണ് അമ്മാവ? മറ്റൊന്നുമല്ല, നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തെ പറ്റി തന്നെ. അമ്മാവൻ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ എതിര് പറയാറില്ലല്ലോ. അമ്മാവനാണ് എന്നെ വളർത്തിയതും വലുതാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ സമ്മതം ചോദിക്കുന്നത്. ഞാൻ നിന്നെ വളർത്തിയെടുത്തത് എന്റെ മോളെ കെട്ടിച്ചു തരാനാണെന്ന് നിനക്ക് ഒരിക്കലും തോന്നരുതല്ലോ. നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ തയ്യാറാണ്. അമ്മാവൻ എനിക്ക് ഗീതയെ തരാതിരുന്നാൽ എന്റെ മനസ്സ് വിഷമിക്കും. ശരി, നീ കുറച്ച് ദിവസത്തേക്ക് അവധിയെടുക്കും. എന്തിനാണ് അമ്മാവ? കല്യാണമല്ലേ, പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. ആളുകളെ വിളിക്കണം, പാർട്ടി നടത്തണം. അതിനമ്മാവ, പരിചയമില്ലാത്തൊരു കുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിലല്ലേ ആളുകളെ വിളിക്കേണ്ടതും പാർട്ടി നടത്തേണ്ടതും ഒക്കെ. ഞാനും ഗീതയും അങ്ങനെയല്ലല്ലോ. എന്നാലും 4 പേരെ അറിയണ്ടേ നിങ്ങൾ വിവാഹിതരായ കാര്യം? അത് ശരി. ഒരു അഭിപ്രായം പറയാനുണ്ടായിരുന്നു. എന്താ? കല്യാണം കഴിയുന്നതും ചെലവ് ചുരുക്കി നടത്തിയ പോരെ? ശരി, നിന്റെ ഇഷ്ടം പോലെയല്ലേ നടക്കൂ. കാരണം നിന്നോട് വാശി പിടിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നീ ഓഫീസിലും അങ്ങനെയാണല്ലോ. നീ എന്തിനാണ് തന്നെ ഇങ്ങനെ ലഭിക്കുന്നത്? ഞാൻ നിന്റെ പഴയ സുഖചേട്ടൻ തന്നെയാണ്. എന്നാലും വല്ലാത്തൊരാള് തന്നെ ചോദിച്ചേ. എന്താ ഇന്ന് കല്യാണ ദിവസമായിട്ടും ലീവ് എടുക്കാത്ത പാർട്ടിയല്ലേ? ഞാൻ ഇതിന് വെറുതെ ലീവ് എടുക്കണം? ഇന്ന് രാവിലെ 7 മണിക്ക് നിന്റെ കഴുത്തിൽ താലിയെത്തി. പിന്നെ നിന്നെ കൈ കിട്ടണമെങ്കിൽ രാത്രിയാണ്. പകലെന്ത് ചെയ്യും? ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടി
ഉത്തരവാദപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഭവതിയുടെ ഭർത്താവ് എന്നുള്ള കാര്യം മറന്നു കളയരുത്. ഇതൊക്കെ കുത്തിത്തറയ്ക്കുന്നു. എന്തിനാണ് ഇതെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നത്? ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൂടെ? ഇതില്ലാതെ തന്നെ എന്റെ ഗീത സുന്ദരിയാണ്. മാറ്റി വയ്ക്കും. നിന്നെ ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. ഏത് കാലനാണ് ഈ നേരത്ത്? യെസ് സുകുമാരൻ ഹിയർ. യെസ് സർ. യെസ് സർ. ഞാൻ വന്നു കഴിഞ്ഞു. ഉടനെ പുറപ്പെടുന്നു. എന്താ സുഖേട്ട? ഇത് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. ഈ ഒരു രാത്രിക്ക് വേണ്ടി എത്ര കാലമായി കാത്തിരിക്കുന്നു. പക്ഷേ സുഖേട്ട എന്തിനാ വിഷമിക്കുന്നത്? ഞാനിവിടെ തന്നെ ഉണ്ടാവില്ലേ? ബ്യൂട്ടിഫുൾ. ഓക്കെ. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് പിന്നെ കാണാൻ സാധിച്ചത്. ആ മനുഷ്യന്റെ സ്നേഹം കൂടി നിന്നിലേക്ക് പകരാൻ ഞാൻ ശ്രമിക്കും. ആരുടെ അമ്മ കത്ത്? ഗീത. വിശേഷമൊന്നുമില്ലല്ലോ? ഉണ്ട്, ഒരു വലിയ വിശേഷമുണ്ട്. ഗീത ഗർഭിണിയായിരിക്കും. ഭഗവാൻ എന്റെ ആഗ്രഹം വേഗം സാധിച്ചു തന്നു. ഞാൻ ഉടനെ കത്തെഴുതാൻ പോവുക. ഇനി അവരവിടെ താമസിക്കേണ്ടത്. അമ്മയുടെ കത്താണ്. ഗീത നേരത്തിന് ഭക്ഷണം കഴിക്കണം, കുളിക്കണം, ശരീരമിളകി ജോലി ചെയ്യണം. സർവത്ര ഗീതാമയമാണ് കത്തില്. ഈയുള്ളവരുടെയുള്ള കാര്യം പോലും അമ്മ മറന്നുപോയി. എന്താ അസൂയ തോന്നുന്നുണ്ടോ? ശകലം. അത് മനസ്സ് വെച്ചോണ്ടിരുന്നാ മതി. വെച്ചിരിക്കണമെന്നും പറ്റില്ല, പ്രവർത്തിക്കണം. എനിക്കൊരു പ്രാർത്ഥന. എന്താ? എന്റെ ജീവിതത്തിൽ അവസാന നിമിഷം ഇതുപോലെ ഞാൻ ഹരിക്കേശന്റെ മാറി തല കഴിച്ചുകൊണ്ടായിരിക്കുന്നു. അതിന് എനിക്ക് അവസരം ഉണ്ടാക്കി തരില്ലേ? അനാവശ്യം പറയും. അനാവശ്യമല്ല ഹരിക്കേശൻ, എന്റെ ആഗ്രഹം പറഞ്ഞതാണ്. എന്നെ വിട്ടു പിരിയാൻ നിന്നെ ഒരിക്കലും അനുവദിക്കില്ല. നമ്പൂരി എന്നാ ഇത് കഴിഞ്ഞ് തിരിച്ചെത്തിയത്? നമ്മുടെ ഭാര്യ, എന്റെ ഭാര്യ. ക്ഷമിക്കാതിരിക്കുന്നു. ജീവിതമാകുമ്പോ ഇങ്ങനെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അവളെന്റെ എല്ലാവരും. ഇനി എനിക്ക് ആരുമില്ല സാർ. പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ്. കുഞ്ഞിനെയും തള്ളയും കാണാൻ ഞാൻ കാത്തിരുന്നു. കണ്ടു എന്റെ ശ്രീദേവിയുടെ ശവം. കുഞ്ഞിനെനിക്ക് ജീവനോടെ കിട്ടും. അതുകൊണ്ടാണ് ഞാനെന്റെ ജീവിച്ചിരിക്കുന്നത്. ദൈവനെ ആന്റണി പറഞ്ഞു, തീർച്ചയായും ഒരു അച്ഛനാകും. അച്ഛനായി. പക്ഷേ എന്റെ കുഞ്ഞിന്റെ അമ്മ പോയി. അവിടെ സ്ത്രീകൾ ആരും ഇല്ലല്ലോ. ഗീതയെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാവില്ലേ ചേട്ടാ? കഴിഞ്ഞൊരു പ്രസവമല്ലേ, അത് സ്വന്തം വീട്ടിൽ വെച്ച് നടത്തണമെന്നല്ലേ ആചാരം? ഓ, ഇക്കാലത്ത് ആചാരങ്ങളൊക്കെ ആരാ നോക്കുന്നത്? ഹരി എന്താ ഒന്നും പറയാത്തത്? ഞാനെന്തോ പറയാനാണ്? അമ്മാവൻ ഇവിടെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയാൽ വലിയ പ്രയാസമായിരിക്കും. ഇവിടെയാണെങ്കിൽ അമ്മയുണ്ട്, വേണ്ടി വന്നാൽ അമ്മായിയെ കൂടി വിളിക്കാം. ഞാനിതൊക്കെ പറഞ്ഞാൽ ഞാൻ നിഷേധിയാണ്, നിരീശ്വരവാദിയാണ് എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഈയിടയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പൊയ്ക്കണം. അമ്മ, ഞാൻ പോകുന്നു. ശരി മോനെ. നീ വരുന്നടി മോളെ.
ഞാൻ ഇവിടെ തന്നെ നിൽക്കല്ലേ നല്ലത്. പിന്നെ അമ്മയുടെ പിറന്നാൾ എടുത്തേരിയല്ലേ? അത് മതി, അത് മതി. അവർക്ക് രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ചേട്ടാ. കൊണ്ടുപോകണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ നാട്ടുമര്യാദ അനുസരിച്ചൊന്ന് ചോദിക്കണമല്ലോ. അമ്മേ, എന്റെ കല്യാണത്തിന് ആരെയും ക്ഷണിച്ചെന്ന് വലിയ പരാതി. അതുകൊണ്ട് അമ്മയുടെ പിറന്നാളിന് ഞാൻ എല്ലാരെയും ക്ഷണിക്കാൻ പോകും. അത് വേണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. സദ്യ എങ്ങനെയാ നടത്തേണ്ടത്? സദ്യ എങ്ങനെയാ നടത്തേണ്ടെന്ന് അമ്മയുടെ പുന്നാരമാളെ വിളിച്ചു ചോദിക്കും. ഇതേ ഗീതേ, ഒന്ന് വേഗം വരൂ ഗീതേ. എന്താ എന്താ ഇത്? ഇതേ ഒന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോകാം. അത് വേണോ മോനെ? അമ്മയുടെ ഒരു നശിച്ച സെന്റിമെന്റ്. അമ്മയെ ആസ്പത്രിയിൽ കൊണ്ടുപോയാലും ഇല്ലെങ്കിലും മരിക്കേണ്ടവർ മരിക്കും. ശോഭയുടെ കാര്യത്തിൽ തെളിഞ്ഞു കണ്ടതല്ലേ. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ആസ്പത്രിയിലേക്ക് വരും. ഡോക്ടർ എന്താണ് ഈ പറയുന്നത്? വേറൊന്നുമല്ല, ഗീതയുടെ നില അല്പം കോംപ്ലിക്കേറ്റഡാണ്. ഹരിയോടാവുമ്പോൾ എല്ലാം തുറന്നു പറയാമല്ലോ. ഓപ്പറേഷൻ കൂടിയേ തീരും. വീഴ്ചയിൽ കുട്ടിയുടെ ഹെഡ് പൊസിഷൻ മാറിയിട്ടുണ്ട്. പെയിൻ തുടങ്ങിയാൽ ഉടൻ ഓപ്പറേറ്റ് ചെയ്യണം. ഡോക്ടർ, ഗീത എന്റെ എല്ലാമാണ്. അവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, സീരിയസ് ആണ്. കുട്ടി രക്ഷപ്പെടുന്ന കാര്യം പിന്നെ എല്ലാം ഈശ്വരന്റെ കയ്യിൽ. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഗീത ഇവിടെ കൊണ്ടുവന്നത്? അമ്മേ, നഴ്സിംഗ് ഹോം ഉണ്ടെന്ന് ഞങ്ങൾ നോക്കട്ടെ. ഹരി, നീ എന്താ മോനെ ഡോക്ടറോട് കയ്യും കാര്യം കാണിച്ചു? എങ്ങനെ സംസാരിക്കായിരിക്കും? ഉത്തരവാദിത്തമില്ലാത്ത വാക്കുകൾ പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് പറയൂ. നോർമൽ ഡെലിവറി അല്ലത്രേ. സുഖപ്രസവത്തിന് സാധ്യതയില്ലെന്ന്. സുഖപ്രസവം വേണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമാണ് സൃഷ്ടിക്കുന്നത്, ഡോക്ടർമാരെ സൃഷ്ടിക്കുന്നത്. ഇവരെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ വേറെ നല്ല ആശുപത്രി കൊണ്ടുപോയി എനിക്കറിയാം. ഞാനാണ് നിനക്ക് അറിയില്ല. ഇവിടെ ഹരിച്ചേട്ട, ഹരിച്ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പേടിച്ചുവല്ലേ? എനിക്കൊന്നും സംഭവിക്കില്ല ഹരിച്ചേട്ട. ഡോക്ടർ എന്താ പറഞ്ഞത്? വിഷമിക്കാനൊന്നുമില്ല. എന്നിട്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? അത് ഹരിച്ചേട്ടൻ ഒരു കാര്യം ചെയ്യും. വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് ഉറങ്ങും. അമ്മയുണ്ടല്ലോ ഇവിടെ. ഇല്ല, ഞാൻ പോകുന്നില്ല. ഹരിച്ചേട്ടൻ എന്താ കാര്യം? ഗീത, ഞാൻ ഒന്നും പറയുന്നു. ഹരിച്ചേട്ടൻ വീട്ടിൽ അമ്മ ഞാൻ വരട്ടെ. ഞാൻ വീട്ടിൽ പോകുന്നു. ആ ശരി മോനെ. നീ ഇന്നലെ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയില്ലല്ലോ. നല്ലോണം ഉറങ്ങിയിട്ട് നാളെ രാവിലെ വന്നാ മതി. ആ മോനെ, ചേട്ടനെയും ഗീതയുടെ അച്ഛനെയും വിവരം അറിയിക്കാൻ മറക്കരുത്. അവക്കൊന്നും വരില്ലടാ, നീ പൊയ്ക്കോ.
ആശുപത്രിയിൽ കുട്ടിയുടെ ഹെഡ് പൊസിഷൻ മാറിയിട്ടുണ്ട്. പെയിൻ തുടങ്ങിയാൽ ഉടൻ ഓപ്പറേറ്റ് ചെയ്യണം. എന്താ വെച്ചിട്ടാ ഹരി, നീ എന്താ ഈ അസമയത്ത് ഓടി വന്നത്? ഒന്നുമില്ല, വരണമെന്ന് തോന്നി വന്നു. ഇതേ നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. സത്യം ആകെ പേടിച്ച പോലുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. സത്യേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേ കേൾക്കൂ. എന്താണ്? ഞാൻ വീട്ടിലുള്ളപ്പോ ദിവസവും പൂജാമുറി വിളക്ക് വയ്ക്കാറില്ലേ? ഉണ്ട്. ഞാൻ വീട്ടിൽ തിരിച്ചു വരുന്നത് വരെ ആ വിളക്കൊന്ന് കത്തിക്കോ. എനിക്കറിയാം സത്യേട്ടന് വിശ്വാസമില്ലെന്ന്, പക്ഷെ അധികം ദിവസം വേണ്ടി വരില്ല. ഇതേ ഞാൻ പ്ലീസ്. ശരി. പിന്നെ രാവിലെ ഇങ്ങോട്ട് വരുമ്പം അല്പം ഭക്ഷണം കൂടി കൊണ്ടുവരണം. പിന്നെ എന്റെ ഹരിച്ചേട്ടൻ തിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് നല്ല കുട്ടിയായി വീട്ടിൽ പോയി കിടന്നുറങ്ങണം. ഇതേ ഞാൻ വീട്ടിൽ പോണോ? ആ, പിന്നെ പോവാതെ. അയ്യോ, അമ്മ വരുന്നു. ശരി. എനിക്ക് നിങ്ങൾ ആരെയും പരിചയമില്ല. ആർക്കാണ് ഇതിൽ കൂടുതൽ ശക്തിയുള്ളതെന്ന് എനിക്കറിയാനും പാടില്ല. പക്ഷേ ഇതെല്ലാം അറിയുന്ന വിശ്വസിക്കുന്ന ഒരാളുണ്ട്, എന്റെ ഗീത. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് അവളുടെ അപകടസന്ധിയിലാണ്. അവളെ രക്ഷിക്കാൻ പറ്റും. എന്താ ഒന്നും പറയാത്തത്? എന്റെ ഗീത പാവമാണ്. നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്നവളാണ്. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നത്. ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അമ്മ പറഞ്ഞില്ലേ? ഇല്ല, മറന്നിരിക്കും. താൻ തന്നെ വല്ലാതിരിക്കും. എന്റെ ഗീതയിലെങ്കിൽ വളരെ സീരിയസ് ആണ്. അവളെ എനിക്ക് തിരിച്ചു കിട്ടുമോന്ന് അവളുടെ ജാതകം നോക്കി പറയണം. ശോഭയുടെ മരണത്തിന് ശേഷം ഞാൻ ആരോടും ഇത്തരത്തിലുള്ള ഒരു കാര്യവും പറയില്ലെന്ന് തീരുമാനിച്ചിരിക്കുക. താൻ പറഞ്ഞേ പറ്റൂ. ഹരിയെ നിർബന്ധിക്കരുത്. ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നടക്കാനുള്ള ഒക്കെ നടക്കും. ആന്റണി, കറക്കി വിട്ട പമ്പരം പോലെയാണ് ഹരി മനുഷ്യ ജീവിതം. കറങ്ങാനുള്ള ശക്തി നശിച്ചാൽ അതെവിടെയെങ്കിലും തെറിച്ചു വീണ പറ്റും. തന്റെ ഫിലോസഫി കേൾക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. ഗീതയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും. ഗീതയുടെ ഗൃഹനിലയം നോക്കിയിരുന്നു. ഗീതയ്ക്കിപ്പോ ചീത്ത സമയം. ആന്റണി, നമുക്ക് പ്രാർത്ഥിക്കാം ഹരീഷ്. ഗീതയ്ക്ക് അസുഖമാണെന്ന് കേട്ടപ്പോൾ ഞാൻ ആകപ്പാടെ അമ്പരം നോക്കി. ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നത് രണ്ട് ചിരിച്ചുകൊണ്ട് കിടക്കുന്നത്. അമ്മായി എപ്പോഴും അമ്മാവൻ വന്നില്ലേ? ഡോക്ടർ കാണാൻ പോയി. നിന്റെ ഫോൺ കിട്ടിയ ഉടനെ ഗീതയുടെ അച്ഛനെ വിളിച്ച് നിങ്ങൾ ഉടനെ പുറപ്പെട്ടു. അമ്മയുടെ പിറന്നാളിന് നിങ്ങൾ രണ്ടുപേരെയും ക്ഷണിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുകൊണ്ടെന്താ, ഇവരുടെ അസുഖം ഒന്ന് മാറിക്കോട്ടെ, നമുക്ക് അമ്മണിയമ്മയുടെ ജന്മനാള് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചു കളയാം. എന്താ?
ഇതേ ഇതാ മതി. ഞാൻ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു. ഒരാപത്തും വരില്ല. ഹരിച്ചേട്ടന് നല്ല ബുദ്ധി തോന്നി. നിനക്കൊരാപത്തും വരാതിരിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ചെയ്തേ. എന്താ ഇത്? ഇങ്ങനെ കരഞ്ഞാലോ? പലരും കണ്ടാൽ എന്ത് വിചാരിക്കും? ഞങ്ങൾ സമാധാനിപ്പിക്കേണ്ട ആളല്ലേ ഹരിച്ചേട്ടൻ? സമാധാനം എവിടെയാണ് ചെന്ന് തേടേണ്ടത് എനിക്കറിയില്ല ഗീതേ. ഹരിച്ചേട്ടൻ എന്റെ ഹരിച്ചേട്ടല്ലേ? അമ്മയും അമ്മായിയൊക്കെ കണ്ടാൽ എന്ത് വിചാരിക്കും? ഹരി, നീ എന്താ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കഴിയുന്നത്? ഇത്രയ്ക്ക് ധൈര്യമില്ലാതായി. പാചകങ്ങൾ പറയാൻ എത്ര മുടുക്കനായിരുന്നു പണ്ട്. വേണ്ട സമയത്ത് ധൈര്യം കാണിക്കാതെ നീ ഇവിടെയും കൂടി വിഷമിപ്പിക്കരുത്. അമ്മേ, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. വേണ്ട, ഇപ്പൊ ഡോക്ടറെ ഒന്നും കാണണ്ട. നീ എന്നെ വീട് വരെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ച് ഗീതയുടെ അടുത്ത് തന്നെ വന്നിരിക്കും. മോളെ, അമ്മ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മായി ഉണ്ടാവൂടെ? നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിനക്കൊരാപത്തും വരില്ല. നീ മണ്ടനെ ഒന്ന് സമാധാനിപ്പിക്കും. ആ മോനെ, ഞാൻ പോയിട്ട് വരാം. ചേട്ടത്തി, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ചേട്ടൻ ഇവിടെ ഉണ്ടാവുമല്ലോ. അരി ഇപ്പൊ ഇനി വരും. ശരി. ഹരി, നീ ഉടനെ തന്നെ പൊയ്ക്കോളൂ. അമ്മേ, ഗീതയ്ക്ക് ആപത്തൊന്നും സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ട് പൊയ്ക്കും. ഗീത പാവമാണ്. തെറ്റുകൾ ചെയ്തതും ദൈവത്തെ നിഷേധിച്ചതുമൊക്കെ ഞാൻ. എന്റെ തെറ്റുകൾക്ക് അവൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് ആർക്കും അറിയില്ല മോനെ. നിനക്ക് ശരിയെന്ന് തോന്നിയത് നീ ചെയ്തു. അത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ തിരുത്തിയേക്ക്. അമ്മേ, അമ്മ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നീ എനിക്ക് പറഞ്ഞു തരണം. ധൈര്യമായിട്ട് പൊയ്ക്കും. എന്തുണ്ടായാലും അമ്മയെ വിവരം അറിയിക്കണം. ശരി അമ്മേ. അമ്മേ അഭയം തരൂ, അമ്മേ അഭയം തരൂ. ഇരുമൂടുമെന്റെ കണ്ണുകളിൽ ദീപമാണു നീ. തണൽ തേടി തേടി ഞാനലയും തീരമാണു നീ. ഇരുമൂടുമെന്റെ കണ്ണുകളിൽ ദീപമാണു നീ. തളിരായി മണ്ണിൽ ഞാൻ പിറന്നു പൂവണിഞ്ഞതും. തളിരായി മണ്ണിൽ ഞാൻ പിറന്നു പൂവണിഞ്ഞതും. കരുണാമയീ നിൻ മുൻപിലല്ലോ വാടി വീ
രാഗനീരമ്മേ പദതാരിലെന്റെ ജീവരക്തം കാഴ്ചവച്ചു ഇരുൾ മൂടുമെന്റെ കണ്ണുകളിൽ ദീപമാണ് തണൽ തേടി തേടി ഞാനലയും തീരമാണു നീ അമ്മേ അഭയം തരൂ. എന്താണ് ഇവിടുത്തെ പ്രതിഷ്ഠ? ഭഗവതി. എന്താണ് ഇവിടുത്തെ വഴിപാട്? പായസം, പുഷ്പാഞ്ജലി, അർച്ചന. ഒരു പുഷ്പാഞ്ജലി നടത്തും. ആ, പേര് നാളെ ഒന്ന് പറഞ്ഞു. പേര് ഗീത. നാള് അറിയില്ല അല്ലേ? താരം നാളും നക്ഷത്രമൊന്നുമല്ല, മനസ്സാണ്. ശുദ്ധമായ മനസ്സോട് താമസിക്കുക. എല്ലാ ദുരിതങ്ങളും കഷ്ടങ്ങളും മഹാമായി ഇതാ വെച്ചോളൂ. മതിയമ്മേ, ഏതെങ്കിലും ഒന്നുകൂടിയിരിക്കണം. വെറുതെ ഇങ്ങനെ കുഞ്ഞിനെ വേഷം കിട്ടിക്കണം. ഇനി സമയമെടുക്കുമോ? ഇല്ല, തയ്യാറായി കാണണം. ഇവിടെ കിടന്ന പേഷ്യന്റ് എവിടെ? തിയേറ്ററിൽ കൊണ്ടുപോയി. ഓപ്പറേഷൻ ഇപ്പൊ കഴിഞ്ഞു കാണുന്നു. നിന്റെ അമ്മ ഇവിടുന്ന് പോയ ഉടനെ ഗീതയ്ക്ക് പേര് തന്നു. അപ്പ പിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഡോക്ടർ, ഗീതയ്ക്ക് എങ്ങനെയുണ്ട്? പെൺകുട്ടിയാണ്. ഞങ്ങളെ കൊണ്ടാവുന്ന ഒക്കെ ചെയ്യും. ഒന്ന് തുറന്നു പറയൂ ഡോക്ടർ. ഹരി അകത്തേക്ക് എപ്പോഴും അവളുടെ ഹസ്ബൻഡ് ഉണ്ടായിരിക്കും. അമ്മാവ, ലൈഫ് ഈസ് പ്രിയറേഞ്ച്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല മോൻ. ധൈര്യമായി അകത്ത് പോയി ഗീതേക്കാണ്.
എന്തോ എന്നോട് പറയണമെന്നും എല്ലാവരും ഒന്ന് ഇതുപോലെ ഹരിച്ചേട്ടന് മാറി ഞാൻ തല കഴിച്ച് കിടന്നുകൊണ്ടായിരുന്നു. ഈ ചങ്കാറ്റിലെ ഹോസ്പിറ്റൽ അവളെ നീയല്ലേ വീട്ടിൽ കൊണ്ടാക്കിയത്? അമ്മാവ, ജീവിക്ക് അസുഖം കുറവുണ്ട്. ഡോക്ടർ വിവരം അറിയിച്ചേക്കണം. ഞാൻ പോയിട്ട് പോന്നേക്കാം. അമ്മേ, ഗീതയുടെ അസുഖം മാറിയില്ലേ? അമ്മ വന്ന് ഗംഗാജലം കൊടുത്തപ്പോ അവളുടെ അസുഖം മാറി. അവൾ അമ്മേ അമ്മയെന്ന് വിളിച്ചു. അമ്മേ, 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 അമ്മേ,
അഭയം തരൂ. ഇരുമൂടുമെന്റെ കണ്ണുകളിൽ ദീപമാ